പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തമ്പനയിൽ കാണിച്ചിരിക്കുന്ന പോലെ വൈ പീപ്പിൾ ഇഗ്നോർസ് യു എന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ കാണാം നമ്മളോട് മിണ്ടാതായവർ അല്ലേ. അതായത് ഒരു കാലത്ത് ഭയങ്കര സുഹൃത്തുക്കളായിരിക്കും നമ്മൾ എല്ലാവരും, അല്ലെങ്കിൽ എല്ലാം വിശ്വസിച്ച് പറയുക, അങ്ങനെ ഒരു ടൈപ്പ് കൂട്ടുകാരായിരിക്കും. പിന്നെ അവരെപ്പോഴെങ്കിലും അവർ നമ്മളെ വിട്ടു പോകും. അപ്പം ഇതിന് നമ്മൾ കാരണം എന്താണെന്ന് അറിയാതെ നമ്മൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ടുണ്ട്. എന്നാലും അവരെന്താ എന്നെ ഇഗ്നോർ ചെയ്തേ, എന്നാലും അവരെന്താ എന്നെ അവഗണിച്ച് പോയെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കാറുണ്ട്. അപ്പം അവർ ഇഗ്നോർ ചെയ്ത് പോകാനുള്ള കുറച്ച് കാരണങ്ങളാണ്. ഈ കാരണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ആ കാരണം കൊണ്ടായിരിക്കും അവർ നിങ്ങളെ ഇട്ടിട്ട് പോയത്. അപ്പം അതേതൊക്കെ കാരണമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രധാന പോയിന്റ് എന്നത്, നിങ്ങളോട് ഒരിടയ്ക്ക് മുഴുവൻ മിണ്ടിക്കൊണ്ടിരുന്ന ആള് ഇപ്പം നിങ്ങളോട് റിലേഷൻ വെക്കുന്നില്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളെപ്പറ്റി എന്തോ നെഗറ്റീവായിട്ടുള്ള കാര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സൈഡിൽ നിന്നും എന്തോ നെഗറ്റീവ് അവരെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറഞ്ഞവരായിരിക്കാം, പക്ഷേ നിങ്ങളുടെ എന്തോ ഒരു നെഗറ്റീവ് സ്വഭാവം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറയാതെ ആയിരിക്കും അവർ നിങ്ങളിൽ നിന്ന് വിട്ടകന്നിരിക്കുന്നത്. അവരത് പറയത്തുമില്ല, കാരണം നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇതിനു മുമ്പ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതെ അവർ നേരെ ഒന്നും മിണ്ടാതെ നിങ്ങൾ അവഗണിച്ച് പോകുന്നത്. ഇതാണ് പലർക്കും സംഭവിക്കുന്ന മെയിൻ കാര്യം. ഇതാണ് നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ അറിയാം, ശരിയാണ്, എനിക്ക് എന്തോ ഒരു നെഗറ്റീവ്, ആ നെഗറ്റീവ് എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതുകൊണ്ടായിരിക്കാം അവർ കൂടുതലും നിങ്ങളെ അവഗണിച്ച് പോകുന്നത്. രണ്ടാമത്തെ പ്രധാന പോയിന്റ് എന്നത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് നിങ്ങൾ അവരോട് പറയുന്ന, അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സീക്രട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ നിങ്ങളത് മറ്റുള്ളവരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവാം. അത് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ അവഗണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നടക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, മെയിനായിട്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ അവർ മടുത്തിട്ടുണ്ടാവാം. അതായത് ഒരു ഫ്രണ്ട് എന്ന നിലയിലോ അല്ലെങ്കിൽ ഇപ്പം ലവേഴ്സ് എന്ന നിലയിലോ ഒക്കെ നിങ്ങളെ അവർക്ക് മടുത്തിട്ടുണ്ടാവാം. നിങ്ങളെക്കാളും നല്ലൊരു ഓപ്ഷൻ അവർക്ക് വേറെ എവിടെന്നേലും കിട്ടിയിട്ടുണ്ടാവാം. അത് ഫ്രണ്ട് ആയാലും ലവർ ആയാലും. ഇപ്പം രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ അറിയാമല്ലോ, അവർക്ക് പരസ്പരം അവരുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അറിയും. പക്ഷേ അവർ വേറൊരാളോട് മിണ്ടുമ്പോൾ അവർക്ക് തോന്നും, ഇവള് കൊള്ളാം അല്ലെങ്കിൽ ഇവൻ കൊള്ളാം, എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സ് ആക്കാൻ പറ്റിയ ആള് ഇന്ന ആളാണെന്നുള്ള ഇതിൽ അവർ അയാളുടെ കൂടെ പോകും. അത് നിങ്ങളെ അവഗണിക്കുന്ന ഒരു മെയിൻ റീസൺ ആണ് കേട്ടോ. നാലാമത്തെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ കുശുമ്പാണ്. അതായത് ജലസി. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ള ആളായിരിക്കും നിങ്ങളുടെ കൂടെയുള്ള ആള്, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച ആള്. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർച്ചയൊക്കെ വരുമ്പം ഇവർ പുറമേ സന്തോഷിച്ചാലും ഉള്ളിൽ ഇവർക്ക് ഭയങ്കര നിരാശയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ മനഃപൂർവ്വം നിങ്ങളെ ഒഴിവാക്കും. കാരണം അവർ ഒഴിവാക്കുന്നത്, നിങ്ങളെ ഒഴിവാക്കുമ്പം അവർക്കറിയാം അത് ഭയങ്കര നിങ്ങൾക്കത് വിഷമമാകും, നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ആ ഒരു വേദന കാണാൻ വേണ്ടി തന്നെയാണ് അവർ മനഃപൂർവ്വം നിങ്ങളെ ഒഴിവാക്കും. അതാണ് ഒരു പ്രധാന മെയിൻ പോയിന്റ്. അഞ്ചാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓവർ പൊസസീവ്നെസ് ആണ് കേട്ടോ. നിങ്ങൾ അവരോട് ഓവർ പൊസസീവ്നെസ് കാണിച്ചാൽ അവർക്കത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും. അവർ ചിന്തിക്കുമോ, ഇവളെപ്പോഴും എന്നെ കൺട്രോൾ ചെയ്യുകയാണല്ലോ, ഇവളെ പയ്യെ വിട്ടേക്കാം. കാരണം അവർ വേറെ ആരോടെങ്കിലും മിണ്ടിയാൽ നിങ്ങൾക്കതൊരു സങ്കടമോ ദേഷ്യമോ കുശുമ്പോ ഒക്കെ വരുമായിരിക്കും. അത് അവർക്കത്ര പിടിക്കണമെന്നില്ല. അപ്പം ആ ഒരു കാരണം കൊണ്ട് അവർ നിങ്ങളെ അവഗണിച്ചേക്കാം. അതുപോലെ നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഒപ്പമുള്ള വ്യക്തി നിങ്ങളെ ഇഗ്നോർ ചെയ്ത് എപ്പോഴെങ്കിലുമൊക്കെ പോയേക്കാം. കാരണം നിങ്ങളുടെ ദേഷ്യം ഒരു ആത്മാർത്ഥ സുഹൃത്തിനല്ലാണ്ട് ബാക്കി ആർക്കും യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില സമയം ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ അതുപോലെ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം. നിങ്ങൾ ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളുകളായിരിക്കണം. അല്ലാതെ നിങ്ങൾ എപ്പോഴും ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ പലരും ഇട്ടേച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാമുകനെ ഇട്ടിട്ട് പോകുന്നതും കാമുകനെ ഇട്ടിട്ട് പോകുന്നതൊക്കെ ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണ്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളെ മറ്റൊരാൾ അവഗണിച്ച് പോകുന്നതിൻ്റെ മെയിൻ റീസൺസ് ആയിട്ടുള്ളത്. സൈക്കോളജിക്കലി ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ആയിട്ടൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതിലേത് റീസൺ കൊണ്ടാണ് നിങ്ങളെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയത് അല്ലെങ്കിൽ നിങ്ങൾ അവഗണിച്ച് പോയതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത രസകരമായിട്ടുള്ള സൈക്കോളജിക്കൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.